ഭൂമിയിലുടനീളമുള്ള ജൈവവൈവിധ്യത്തിൽ ചിലതൊക്കെ നമ്മെ അതിശയിപ്പിക്കുന്നതാണ്. ഒരേ കരഭാഗത്തിൽ തന്നെ വളരെ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും അവിടുത്തെ സസ്യജന്തുജാലങ്ങളിൽ വലിയ മാറ്റങ്ങൾ കാണാം. ഇത്തരം മേഖലകളെ വേർതിരിക്കുന്ന അതിർത്തികളും അതിർവരമ്പുകളുമുണ്ട്. ഇത്തരത്തിൽ ദൃശ്യവും എന്നാൽ അദൃശ്യവുമായ ഒരു ജൈവമേഖലാ അതിർത്തിയിലേക്കാകാം ഇന്നത്തെ നമ്മുടെ യാത്ര. ഭൂമിയിലെ ചെറിയൊരു ഭാഗത്തെ പൂർണ്ണമായും വേർതിരിച്ചിരിക്കുന്ന ഒരു അദൃശ്യമായ തടസ്സമുണ്ട്. അതിനുള്ളിലേക്ക് ആർക്കും കടക്കാനാവില്ല. അതിൽ നിന്ന് ആരും തന്നെ പുറത്തേക്കും പോവില്ല. ആരെങ്കിലും ഈ തടസ്സം മറികടക്കാൻ ശ്രമിച്ചാൽ അവരുടെ അവസ്ഥ അതീവ ഭീകരമായിരിക്കും. ഇതൊരു കെട്ടുകഥയാണെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ഇത് വാസ്തവമാണ്. ഇന്തോനേഷ്യയിലെ 2 ദ്വീപുകൾക്കിടയിലാണ് ഇത്തരത്തിലൊരു അതിർത്തി വിഭജനം സൃഷ്ടിച്ചത്. നമുക്കത് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അങ്ങനെയൊരു രേഖ അവിടെയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത്തരം പ്രകൃതിദത്ത അതിരുകളാൽ വേർതിരിക്കപ്പെട്ട ഭൂമിയിലെ വിവിധ പ്രദേശങ്ങളിലുണ്ടായിരിക്കുന്ന സസ്യജന്തുജാലങ്ങളും തമ്മിൽ വളരെയേറെ വ്യത്യാസമുണ്ടായിരിക്കാം. ഇത് ജീവഭൂമിശാസ്ത്ര അതിരുകൾ അഥവാ ബയോജിയോഗ്രഫിക് ബൗണ്ടറി എന്നാണ് അറിയപ്പെടുന്നത്. ഓരോ ഭൂപ്രദേശവും അതിൻ്റെ കാലാവസ്ഥ, ഭൂഭാഗരൂപം, ഭൂമിശാസ്ത്ര ചരിത്രം, ഭൗതിക തടസ്സങ്ങൾ എന്നിവയെ ആശ്രയിച്ചാണ് അവിടെ കണ്ടുവരുന്ന ജീവജാലങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത്. സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, മരുഭൂമികൾ, നദികൾ തുടങ്ങിയവ ഒരു പ്രദേശത്തിൽ നിന്നും മറ്റൊരു പ്രദേശത്തേക്കുള്ള ജീവികളുടെ നീക്കം തടസ്സപ്പെടുത്തുന്നതിനാൽ ഓരോ മേഖലയിലും വ്യത്യസ്തമായ പ്രത്യേകതയുള്ള ജീവികളെ കാണാം. ഇതാണ് ജൈവവൈവിധ്യത്തിൽ വലിയ വ്യത്യാസങ്ങളുണ്ടാകാൻ പ്രധാന കാരണം. ഈ അതിരുകൾ ജൈവവൈവിധ്യത്തിൻ്റെ അതുല്യമായ വിഭജനത്തെക്കുറിച്ചുള്ള തെളിവുകളാണ് നൽകുന്നത്. അതിനൊരു വലിയ വ്യത്യസ്തമായ ഉദാഹരണം തന്നെയാണ് വാലസ് ലൈൻ. ഇത് ഏഷ്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബയോജിയോഗ്രഫിക് ബൗണ്ടറിയാണ്. ഓസ്ട്രേലിയയിലെ 2 ദ്വീപുകൾക്കിടയിലാണിത്. അതായത് ബാലിയുടെ തീരത്ത് നിന്ന് കിഴക്കോട്ട് ലൊംബോക്കിൻ്റെ തീരത്ത് ഈ അതിർത്തിയുടെ ഏറ്റവും ചെറുതായ ആ ഭാഗത്തെ നമുക്ക് കണ്ടില്ലെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കും. ഈ അദൃശ്യമായ അതിർത്തി രേഖ ഭൂമിയിലെ ഏറ്റവും വലിയ ദ്വീപസമൂഹമായ മലായ് ദ്വീപസമൂഹത്തിലൂടെ സഞ്ചരിക്കുന്നു. ഈ രേഖയുടെ 2 വശത്തുള്ള ഈ ദ്വീപുകൾ തമ്മിൽ അടുത്ത ദൂരത്തിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും അവിടെയുള്ള ജീവികളുടെ തരം മുഴുവനായും വ്യത്യസ്തമാണ്. ഒരു ഭാഗത്ത് ഏഷ്യൻ ആനകളെ പോലെയുള്ള ജീവികൾ കാണുമ്പോൾ മറുവശത്ത് കങ്കാരു പോലെയുള്ള ഓസ്ട്രേലിയൻ ജീവികളെ മാത്രം കാണപ്പെടുന്നു. ഈ വാലസ് ലൈൻ 1859 വാലസ് എന്ന ശാസ്ത്രജ്ഞനായിരുന്നു ആദ്യം രേഖപ്പെടുത്തിയത്. ഒരു ബ്രിട്ടീഷ് പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നു ആൽഫ്രഡ് റസൽ വാലസ്. പ്രകൃതി വിവേചന സിദ്ധാന്തത്തിൻ്റെ സഹസന്ദർശകനായിരുന്നു ഇദ്ദേഹം. 19-ാം നൂറ്റാണ്ടിൽ മലായ് ദ്വീപ സമൂഹത്തിലൂടെ നടത്തിയ 8 വർഷത്തെ യാത്രയുടെ ഇടയിൽ മലേറിയ ബാധിച്ച് കിടപ്പിലായിരുന്നപ്പോൾ ഉണ്ടായൊരു അസാധാരണ സ്വപ്നത്തിലൂടെയാണ് ഈ വലിയൊരു ആശയം വാലസിന് വ്യക്തമാകുന്നത്. അതായത് ഒരു പക്ഷിയെ ഓസ്ട്രേലിയയിൽ കണ്ടാൽ അതുപോലെ മറ്റൊരു പക്ഷിയെ ഏഷ്യയിൽ കാണാനാകില്ലെന്ന് വാലസ് കണ്ടെത്തിയപ്പോൾ അതിന് പിന്നിൽ വലിയൊരു ജിയോഗ്രഫിക്കൽ തത്വമുണ്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു. ബാലി ദ്വീപിലും ലൊംബോക് ദ്വീപിലും നടത്തിയ പഠനത്തിലാണ് വാലസ് ഈ അദൃശ്യ അതിർത്തിയെ കണ്ടെത്തിയത്. വെറും 35 കിലോമീറ്റർ മാത്രം അകലമുള്ള ദ്വീപുകളിൽ കഴിയുന്ന ജീവികൾ തമ്മിൽ വലിയ ഭിന്നതയുണ്ട്. ഒരു ദ്വീപിൽ ഏഷ്യൻ സ്പീഷീസുകളായ ആനകൾ, കടുവകൾ, മരംകൊത്തികൾ എന്നിവ കാണപ്പെടുമ്പോൾ മറ്റൊന്നിൽ ഓസ്ട്രേലിയൻ സ്പീഷീസുകളായ മാർസുപിയൽസ്, കൊമോഡോ ഡ്രാഗണുകൾ, കോക്കറ്റൂസ്, ഹണി പീറ്റേഴ്സ് തുടങ്ങിയവയുമാണ്. പക്ഷികൾക്ക് പോലും ഈ അതിർത്തി കടക്കാൻ സാധിക്കില്ല. വാലസ് മറ്റൊരു കൗതുകം കൂടി ചൂണ്ടിക്കാട്ടി. ജലജീവികൾക്ക് പോലും ഈ അതിർ കടക്കാൻ കഴിയില്ലെന്ന്. കാരണം ഈ മേഖലയിലുള്ള ഡീപ് സീ കറന്റ് അത്രയേറെ ശക്തിയുള്ളതാണെന്ന് അദ്ദേഹം കണ്ടെത്തി. വാലസ് തൻ്റെ കണ്ടുപിടുത്തങ്ങൾ പിന്നീട് ഡാർവിനുമായി പങ്കുവച്ചു. വാലസിൻ്റെ നാച്ചുറൽ സെലക്ഷൻ ആശയങ്ങൾ വായിച്ച ഡാർവിൻ പിന്നീട് സ്വന്തം പുസ്തകമായ ഒറിജിൻ ഓഫ് സ്പീഷീസ് പ്രസിദ്ധീകരിച്ചു. പക്ഷേ അതിൽ വാലസിൻ്റെ പേരോ സംഭാവനയോ പരാമർശിച്ചില്ല. ഇത് ശാസ്ത്രചരിത്രത്തിലെ ഏറെ വിവാദമേറിയ ഒരു സംഭവമായി തുടർന്നു. ഡാർവിൻ നാച്ചുറൽ സെലക്ഷൻ തിയറി പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൻ്റെ ആദ്യ രൂപം വാലസ് തന്നെയാണ് നൽകിയിരുന്നത്. വാലസ് നൽകിയ ആശയത്തിൽ നിന്ന് തൻ്റെ പ്രശസ്തമായ തിയറി ഓഫ് എവല്യൂഷൻ പ്രസിദ്ധീകരിച്ചു. ഇതോടെ ഫാദർ ഓഫ് എവല്യൂഷൻ എന്ന പട്ടം സ്വന്തം പേരിൽ ഡാർവിൻ എഴുതിക്കൂട്ടി. പിന്നീട് വാലസിൻ്റെ കണ്ടെത്തലുകൾ ശരിയാണെന്ന് തെളിയിക്കുന്ന പ്ലേറ്റ് ടെക്ടോണിക്സ് തിയറി അദ്ദേഹത്തിൻ്റെ മരണത്തിന് 50 വർഷത്തിനു ശേഷമാണ് ശാസ്ത്രലോകം അംഗീകരിച്ചത്. പ്ലേറ്റ് ടെക്ടോണിക്സ് എന്നത് ഭൂമിയുടെ പാളികളുടെ ചലനമാണ്. ഈ ചലനം ഭൂമി രൂപം കൊണ്ട സമയത്തു നിന്നു തന്നെ തുടരുന്നതാണ്. വാലസ് ലൈൻ ജീവജാലങ്ങളുടെ പരിണാമ ചരിത്രത്തെ കാണിക്കുന്നതായിട്ടുള്ള അതിരും പ്ലേറ്റ് ടെക്ടോണിക്സ് ഭൂമിയുടെ ശാരീരിക മാറ്റങ്ങൾക്കും ഭൂപ്രകൃതിക്കും ഉത്തരവാദിയുമാണ്.
അതിനാൽ വാലസ് ലൈൻ രൂപപ്പെടാൻ പ്രധാന കാരണം പ്ലേറ്റ് ടെക്ടോണിക്സ് ആണെന്ന് തന്നെ പറയാം. കാരണം ഭൂഖണ്ഡങ്ങൾ നീങ്ങിയതുകൊണ്ടാണ് ജൈവവൈവിധ്യം വിഭജിക്കപ്പെട്ടത്. വാലസിന്റെ മരണശേഷം ഈ സിദ്ധാന്തം ശാസ്ത്രലോകത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ വാലസ് പറഞ്ഞ ബാലി ഏഷ്യയോടും ലംബോക് ഓസ്ട്രേലിയയോടും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന കണ്ടെത്തൽ ശരിയാണെന്ന് തെളിയിച്ചു. വാലസ് ലൈൻ ഭൗതികമായി കാണാനാകാത്തതാകാം, എന്നാൽ ജീവജാലങ്ങളുടെ വൈവിധ്യത്തെയും വിതരണത്തെയും എത്രത്തോളം രൂപപ്പെടുത്തുന്നു എന്നതിൻ്റെ തെളിവാണിത്. കൂടാതെ പ്രകൃതിയിലെ ജൈവവൈവിധ്യത്തിന്റെ ചരിത്രം മനസ്സിലാക്കാനും ജീവികളുടെ പരിണാമം എങ്ങനെ നടക്കുന്നുവെന്ന് മനസ്സിലാക്കാനും വിവിധ ജീവികൾ എവിടെയൊക്കെ കാണപ്പെടുന്നുവെന്നത് മനസ്സിലാക്കാനും വളരെയധികം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ബയോജിയോഗ്രഫിക് ബൗണ്ടറികളുടെ പഠനം പരിസ്ഥിതി സംരക്ഷണത്തിനും ജൈവ ഗവേഷണങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Yeah.